പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഷോക്കപ്പാണ്. അതുപോലെ നമ്മൾ ഹാൻഡിൽ ബാറിലേക്ക് വരുന്ന ടൈമിൽ നമ്മൾ പെട്രോൾ കാര്യങ്ങളൊക്കെ ഓണാക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ റീസെൻ്റ് ഇട്ട വീഡിയോക്കകത്ത് എങ്ങനെയാണ് ഇത് റീബിൽഡ് ചെയ്യാനുള്ള കോസ്റ്റ് വന്നത്, അതുപോലെ എത്ര മൈലേജ് കമൻറ്റ്സ് ചെയ്യാനൊക്കെ വന്നിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മുടെ വണ്ടിയിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഏകദേശം 6,500 റേഞ്ചാണ് നമുക്ക് പെയിൻറ്റിങ്ങിന് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കമ്പനി സ്റ്റിക്കറിനെ കൊടുത്ത് നമ്മൾ വേറെ കസ്റ്റമർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കമ്പനി സ്റ്റിക്കർ തന്നെയാണ് മാക്സിൻ്റെ സുസുക്കി മാക്സിൻ്റെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് RXൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിന് ഏകദേശം ഒരെണ്ണത്തിന് ഒരു പെയറിന് 250 റുപ്പീസാണ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സൈലൻസറൊക്കെ സ്റ്റോക്ക് തന്നെയാണ്. ഗ്ലാസ്സുകൾ നമ്മളൊന്ന് സൈലൻസർ ക്ലീൻ ചെയ്ത് പുതിയ ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് പോർഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ RX 100ൻ്റെ കേരിയറും അതുപോലെ ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്ററും ചെയ്തിട്ടുണ്ട്. കേരിയറിന് ഏകദേശം കോസ്റ്റ് വന്നിരിക്കുന്നത് ഒരു 1,200 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റിന് സെറ്റ് വേണം, ഫുൾ സെറ്റ് ആയിട്ട് ഇത് ബാക്കിലത്തെ ഗ്ലാസ് അതുപോലെ സെറ്റ് ചെയ്ത് തരുന്ന 270 രൂപയാണ് ആയിട്ടുള്ളത്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 കൂടിയിട്ട് 250 റുപ്പീസ് ഉള്ളൂ, 2 ഇൻഡിക്കേറ്റേഴ്സ് കൂടിയിട്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഷോക്കപ്പാണ്. നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് പൾസർ 220യുടെ ഷോക്കാണ്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, കുറച്ചുകൂടി സ്റ്റിഫായിട്ടുള്ളൊരു ഷോക്കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൾസർ 220യുടെ ഷോക്ക് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിക്കകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. പെട്രോൾ കാര്യങ്ങളൊക്കെ ഓണാക്കണം. അതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ ഈ ഹാൻഡിൽ ബാറിലേക്ക് വരുന്ന ടൈമിൽ നമ്മൾ അതിനകത്ത് ഒരു ഡൊമിനോൻ്റെ ഒരു ക്വിക്ക് ത്രോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒരു ഓഫർ പ്രൈസാണ് നമുക്ക് കിട്ടിയത്. 500 റുപ്പീസിനാണ് ക്വിക്ക് ത്രോട്ടിൽ കിട്ടിയത്. അതുപോലെ നമ്മൾ ഈ സ്വിച്ച് അസംബ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം ഒരു 350 റുപ്പീസാണ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ റൗണ്ട് മിറേഴ്സൊക്കെ ഓൾറെഡി നമ്മുടെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു. ഇതിന് ഏകദേശം റേറ്റ് പറയുകയാണെങ്കിൽ 250 രൂപ റേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിക്ക് നമുക്ക് റീബിൽഡ് ചെയ്യാനുള്ള കോസ്റ്റ് വന്നിരിക്കുന്നത്. ഓവർ എക്സ്പെൻസ് എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിക്കകത്ത് നിലവിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡ്യുവൽ ടോൺ പോലത്തെ ഒരു കളറാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്, നമുക്ക് ബ്ലാക്ക് കളർ പോലെ നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ബ്ലൂ ഷെയ്ഡും കൂടി കാണാൻ പറ്റും. ഫ്ലാഷൊക്കെ ഞങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡും കൂടി ഇടയിൽ കയറി വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുമോ. ഇത്ര പെയിൻറ്റിങ്ങാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനാണ് നമുക്ക് കോസ്റ്റ് വന്നത്. പിന്നെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 35 to 40 അടുത്ത് കിട്ടുന്നുണ്ട് ഇപ്പോൾ, കുഴപ്പമില്ലാണ്ട്. അത്യാവശ്യം വലിയ കലാപ്പൊന്നുമില്ല. പിന്നെ ഓടിക്കാനാണെങ്കിലും വലിയ വൈബ്രേഷൻ അതിനൊന്നും ഇല്ല. എന്നാലും ഒരു 60-70 കഴിയുമ്പോൾ ഒരു വൈബ്രേഷൻ അതിനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ടൂ സ്ട്രോക്ക് വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അറിയാം നല്ലൊരു വണ്ടി നോക്കി എടുക്കുക. പിന്നെ റീസ്റ്റോർ ചെയ്യാനൊക്കെ വൈബാണെങ്കിൽ നിങ്ങൾ ഏത് വണ്ടി എടുത്താലും നിങ്ങളുടെ റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ കലാപരമായ കഴിവുകൾ അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. പിന്നെ ടൂ സ്ട്രോക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഓഫ് ചെയ്തിട്ടുള്ള പെട്രോൾ മൊത്തം തീരും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സ്റ്റിക്കറിന് വന്നിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 250 രൂപയാണല്ലോ ഈ സ്റ്റിക്കർ, കമ്പനി സ്റ്റിക്കറിന്. ഈ സൈഡിൽ എന്തെങ്കിലും അഡീഷണൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഐഡിയപരമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് സ്റ്റിക്കറായാലും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം കാണാനും കാര്യങ്ങളും ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണമാണ് ഞാൻ ഈ സ്റ്റിക്കറിനെ വെച്ചത്. പിന്നെ അതിന് സ്റ്റോക്കിൻ്റെ അതിൻ്റേതായ ഒരു വൃത്തി ഉണ്ടെന്ന് തോന്നി, അത് കാരണമാണ് നമ്മളത്
തന്നെ വെച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാക്സ് സെൻറ്റർ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ബൈ.